ശരി, അപ്പൊ നമുക്കൊരു പാലക്കാടേക്ക് പോകാം അല്ലെ. പാലക്കാട് കാര്യമായ അടി നടക്കുന്നുണ്ട് ബി.ജെ.പിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടത്. അതോടുകൂടി ബി.ജെ.പിയിൽ പുതിയൊരു പൊട്ടിത്തെറിവ്. സ്വാഭാവികമായിട്ടും പ്രമീളയ്ക്കെതിരെ അവിടെ കൃഷ്ണദാസ് പക്ഷമൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ പ്രമീളയെ കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അങ്ങനെ ആകപ്പാടെ പാലക്കാട് നല്ല തരത്തിൽ ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത പാലക്കാട് ബി.ജെ.പി നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ബി.ജെ.പി സംസ്ഥാന നേതൃത്വം. പരിപാടിയിൽ പങ്കെടുത്തത് എന്തിനെന്ന് പ്രമീള ശശിധരൻ വ്യക്തമാക്കണം. സംഭവത്തിൽ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനും അതൃപ്തിയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം ബി.ജെ.പിയിലെ വിഭാഗീയത മുതലെടുക്കാൻ കോൺഗ്രസും ശ്രമങ്ങൾ തുടങ്ങി. പ്രമീള ശശിധരനെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നീക്കം കൂടി നടക്കുന്നുണ്ട്. പ്രമീള ശശിധരൻ കോൺഗ്രസിലേക്ക് വരുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നതാണ്. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, നേരത്തെ തന്നെ പ്രമീള ശശിധരന്റെ കാര്യത്തിൽ ശ്രീ കൃഷ്ണകുമാർ പക്ഷത്തിന് വലിയ അതൃപ്തിയുണ്ട്. ആ പൊട്ടിത്തെറി കുറെ കൂടി എന്ന് വെച്ചാൽ അതിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അതൃപ്തിയും ഭിന്നതയും കുറെ കൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വേദി പങ്കിട്ടത്തോടുകൂടി അത് കടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്രമീള ശശിധരനോട് സംസാരിക്കുമ്പോൾ എന്താണ് അവരുടെ മനസ്സ് എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എന്ത് വിശദീകരണമായിരിക്കും സംസ്ഥാന നേതൃത്വത്തിന് പ്രമീള ശശിധരൻ നൽകാൻ പോകുന്നത്? സാജിദ്, നേരത്തെ തന്നെ വലിയ ഗ്രൂപ്പിസം ബി.ജെ.പിക്കകത്ത് ഉണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ടാണ് വലിയ. അത് തന്നെ രാഹുൽ ഇമ്പാക്ട്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവ് പാലക്കാട്ടെ ബി.ജെ.പിയെ കടപുഴക്കി എറിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും കണ്ടതുപോലെ. അല്ലെങ്കിൽ പല കണക്കൂട്ടലുകളും ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന പാലക്കാട്ട് വിവാദങ്ങൾക്കൊടുവിൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തുമ്പോ പാലക്കാടൻ ജനത എങ്ങനെ പ്രതികരിക്കും? രാഹുലിനെ സ്വീകരിക്കുമോ? രാഹുലിനോട് അവർ നോ പറയുമോ? രാഹുലിന്റെ പ്രവർത്തനങ്ങളുമായി അവർ അനുകൂലിക്കാതെ, അതില്ലെങ്കിൽ അതുമായി മുന്നോട്ട് പോകാതെ അവർ രാഹുലിനെ ഒറ്റപ്പെടുത്തുമോ? ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നതാണ്. അവിടെയാണ് രാഹുൽ വ്യത്യസ്തനാകുന്നത്. തന്റെ മണ്ഡലത്തിൽ വളരെ വ്യക്തമായ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ വളരെ സുപ്രധാനമായ രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണിൽ പുറത്തെടുക്കുന്നു. ഈ കരുനീക്കങ്ങൾ ബി.ജെ.പിയുടെ അടിവേർ അറുക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നു കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ്. പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ, അതുപോലെ പാൽ സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പിലും പാലക്കാട്ട് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാവുന്ന സി കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ സി കൃഷ്ണകുമാർ പാൽ സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാറുണ്ട്. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ സ്ഥാനാർത്ഥിയാവാറുണ്ട്. നഗരസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയും സ്ഥാനാർത്ഥിയാവാറുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയും സി കൃഷ്ണകുമാർ തന്നെയാണ് സ്ഥാനാർത്ഥിയാവാറുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി കൃഷ്ണകുമാറും ഈ പ്രമീള ശശിധരനും ഒരു രമ്യതയിലുള്ള പോക്കിലല്ലായിരുന്നു ഇത്രയും കാലം എന്നുള്ളത് തന്നെയാണ്. സി കൃഷ്ണകുമാറിന് പിന്തുണയുമായിട്ട് ഭാര്യ മിനി കൃഷ്ണകുമാറും രംഗത്ത് തന്നെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ദിവസമാണ് പി.ടി. ഉഷ, രാജ്യസഭാ എം.പി ആയിട്ടുള്ള പി.ടി. ഉഷയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന മിനി കൃഷ്ണകുമാറിന്റെ വാർഡിലെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുകയൊക്കെ ചെയ്തത്. അവിടെയും ഈ പ്രമീള ശശിധരനെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല അവരെ പങ്കെടുപ്പിച്ചില്ല ആ പരിപാടിയിൽ എന്നുള്ളത് തന്നെയാണ്. ബി.ജെ.പി കൗൺസിലർ ഭരിക്കുന്ന വാർഡ്, ആ വാർഡിലെ ഒരു വികസന പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ആ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആ വേദിയിൽ എം.പി, രാജ്യസഭാ എം.പി ആയിട്ടുള്ള പി.ടി. ഉഷ പോലും പങ്കെടുക്കുന്നു. ആ പി.ടി. ഉഷ വന്ന വേദിയിലേക്ക് പ്രമീള ശശിധരൻ, അതായത് നഗരസഭാ അധ്യക്ഷയെ ക്ഷണിച്ചില്ല എന്നുള്ളത് തന്നെ അടി മുമ്പേ നടക്കുന്നതാണ്. പക്ഷേ ഇമ്പാക്റ്റുകൾ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ രണ്ടാം വരവോടുകൂടി പാലക്കാട്ടെ ബി.ജെ.പിയെ ചിന്ന ഭിന്നഭിന്നാക്കുമെന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. അങ്ങനെ ഈ പി.ടി. ഉഷ പങ്കെടുത്ത മിനി കൃഷ്ണകുമാർ, അതായത് സി കൃഷ്ണകുമാറിന്റെ ഭാര്യയായിട്ടുള്ള പാലക്കാട് നഗരസഭയിലെ കൗൺസിലർ ആയിട്ടുള്ള മിനി കൃഷ്ണകുമാർ കൗൺസിലർ ആയിട്ടുള്ള വാർഡിൽ നടന്ന ഈ പരിപാടിയിൽ നഗരസഭാ അധ്യക്ഷയായിട്ടുള്ള ബി.ജെ.പിയുടെ പ്രതിനിധിയാണ് നഗരസഭാ അധ്യക്ഷ. ബി.ജെ.പി ആണ് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത്, നിങ്ങൾ മറന്നു പോകരുത്. ആ പ്രമീള ശശിധരനെ പങ്കെടുപ്പിക്കാതെ നടത്തിയ പരിപാടിയിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ തൊട്ട് പിറ്റേ ദിവസം രാഹുൽ മാങ്കൂട്ടം തന്റെ എം.എൽ.എ ആസ്തി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അവിടെ ആ വാർഡിലെ കൗൺസിലർ എന്ന് പറയുന്നത് അനുപമയാണ്. അനുപമ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്.
എന്നിട്ട് പോലും ആ പരിപാടിയിലേക്ക് രാഹുലിന്റെ നിർബന്ധ പ്രകാരമാണ് ഈ പറയുന്ന പ്രമീള ശശിധരനെ പങ്കെടുപ്പിച്ചതും ക്ഷണിച്ചതും രാഹുൽ പറഞ്ഞിട്ട് തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കരുനീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നു. അടി, രാഹുലിന്റെ നീക്കം കണ്ട് അടി അവിടെ ഈ പറയുന്ന മാരാർജി ഭവനിൽ അടി തുടങ്ങിയിരിക്കുന്നു. ഒരു ഭാഗത്ത് ശ്രീകൃഷ്ണകുമാറും സംഘവുമുണ്ട്, മറ്റൊരു ഭാഗത്ത് ഈ പ്രമീള ശശിധരനും ശിവരാജനെയും പോലെയുള്ള ആളുകളുണ്ട്, മറ്റൊരു ഭാഗത്ത് നമ്മുടെ ശിവനുണ്ട്, പ്രശാന്ത് ശിവനാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാടിന്റെ മണ്ണിൽ കാല് കുത്തിക്കാൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ച വ്യക്തി. പക്ഷേ ഇപ്പൊ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു മറിയുകയാണ്. എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ BJPയുടെ കോട്ടയായിട്ടുള്ള പാലക്കാട് നഗരസഭ ഭരിക്കുന്ന BJP, അവരുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള പാലക്കാട് നഗരസഭ, ആ നഗരസഭ പിഴുതെടുക്കുവാനുള്ള പദ്ധതികൾ രാഹുൽ മാങ്കൂട്ടം നടത്തി കഴിഞ്ഞു. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടുകൂടി പാലക്കാട് നഗരസഭയിൽ നിന്ന് ഈ പറയുന്ന BJPയെയും സംഘപരിവാറിനെയും കെട്ടുകെട്ടിക്കുവാനുള്ള എല്ലാ പ്ലാനുകളും, മാസ്റ്റർ പ്ലാനുകളും റെഡി. രാഹുൽ മാങ്കൂട്ടം ഈസ് ബാക്ക്. പവർഫുൾ ഇമ്പാക്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. പവർഫുൾ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ പറയണം. ഇനി അതിനപ്പുറത്തേക്ക് വല്ല വാക്കുകളും ഉണ്ടോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എൻ്റെ നാവിൽ ഇപ്പോൾ വരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും പവർഫുൾ ഇമ്പാക്റ്റ് എന്ന് തന്നെയാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരസഭ അടിച്ചു പിരിയാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ പാലക്കാട് നഗരസഭയിലെ ഭരണസമിതിയെ കുറിച്ചല്ല പറയുന്നത്, പാലക്കാട് നഗരസഭയിലെ BJPയുടെ ഘടകത്തെ കുറിച്ചാണ് പറയുന്നത്. ചിന്ന ഭിന്നമാകുന്നു. രാഹുലിന്റെ പ്രഹരശക്തിയിൽ പ്രശാന്ത് ശിവനും ശ്രീകൃഷ്ണകുമാറും ഓടിയൊളിക്കുന്നു. ഈ പറയുന്ന പ്രമീള ശശിധരനും അതുപോലെ തന്നെ ശിവരാജനും അടങ്ങുന്ന കൗൺസിലർമാർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് നടന്നു കയറുകയാണ്. അതിന്റെ പ്രഖ്യാപനം ഉടനെ തന്നെ ഉണ്ടാവും. നമ്മൾ ഇന്നലെയും ഈ കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞത് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാറായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ചെറിയ ഒരു കാര്യം കൂടി അവിടെ ബാക്കിയുണ്ട്. അത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിലവിലുള്ള ഭരണസമിതി, പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാവുകയാണ്. വരും ദിവസങ്ങളിൽ അതിന്റെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങും, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങും, അതുപോലെ ഡേറ്റുകൾ അനൗൺസ്മെന്റ് ചെയ്യും. ഇതൊക്കെ വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന ഭരണസമിതിയുടെ കാലാവധി തീരാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗിലാണ് ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ പ്രമീള ശശിധരനും ശിവരാജനും അടങ്ങുന്ന ഈ കൗൺസിലർമാരടങ്ങുന്ന നഗരസഭാ അധ്യക്ഷ അടങ്ങുന്ന ഈ സംഘവും ഈ കാലാവധി തീരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇന്ന് രാവിലെ പോലും പലപ്പോഴായി ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ശിവരാജനോട്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പല ആവർത്തി ചോദിച്ചിട്ടും ശിവരാജൻ അവിടെയും ഇവിടെയും തൊടാതെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പാർട്ടി നിലപാടെടുക്കുമെന്ന് പറയുമ്പോഴും താങ്കളുടെ നിലപാട് എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്റെ നിലപാട് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നാണ് ശിവരാജൻ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെന്നെത്തുന്നത് ഈ പറയുന്ന ശിവരാജനും നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനും മറ്റു 1-2 കൗൺസിലർമാർ, അതുപോലെ CPM-ൽ നിന്നുള്ള മറ്റൊരു കൗൺസിലർ, ഇവരൊക്കെ കോൺഗ്രസ് ക്യാമ്പിലേക്ക് നടന്നു കയറുകയാണ്. കാര്യങ്ങളൊക്കെ ഏതാണ്ട് നമ്മളെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ഈ തമ്മിലടി അത് നടക്കില്ല എന്നുള്ള ഒരു താക്കീതാണ് ഇപ്പൊ നൽകിയിരിക്കുന്നത്. എന്നാണെങ്കിലും പ്രമീള ശശിധരനോട് വിശദീകരണം ചോദിച്ചപ്പോ അവര് ഈ പറയുന്ന BJPയുടെ ജില്ലാ കമ്മിറ്റിക്ക് മുമ്പാകെ പറഞ്ഞ കാരണം എന്ന് പറയുന്നത് അതൊരു തന്ത്രപരമായ നീക്കമാണ്. അത്രമാത്രമേ പറഞ്ഞുള്ളൂ. തന്ത്രപരമായ നീക്കമാണ്. MLAയുടെ ഫണ്ടുകൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്. അത് ഈ നഗരസഭക്ക് കിട്ടേണ്ട ഫണ്ടുകൾ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പറയുന്ന MLAയോടൊപ്പം പോയത് എന്നാണ് പറയുന്നത്. പക്ഷേ സംഭവം അതൊരു തന്ത്രപരമായ പരിപാടി തന്നെയാണ്. ഈ ഒരു കാര്യങ്ങളിലോടുകൂടി ഈ പറയുന്ന ശ്രീകൃഷ്ണകുമാർ അതുപോലെ പ്രശാന്ത് ശിവൻ വിഭാഗങ്ങൾക്ക് ഒരു തക്കതായ മറുപടി നൽകിക്കൊണ്ട് ഈ ഭരണ സമിതിയുടെ കാലയളവ് പൂർത്തീകരിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പ്രമീള ശശിധരനും ശിവരാജനും അടങ്ങുന്ന സംഘം നടത്തി കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഞാനിത് ചുമ്മാ പറയുന്നതല്ല. ഈ വാർത്തകൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാല് നമ്മൾ ഇന്നലെയും ഇത് പറഞ്ഞപ്പോ ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നും ഞാനത് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സോഴ്സുകളും എനിക്ക് കിട്ടുന്ന വാർത്തകളും അത് ഔദ്യോഗികമായിട്ട് പുറത്ത് പറയേണ്ട സമയങ്ങളിൽ അതിന്റെ ആളുകൾ പുറത്ത് പറയും. അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമൊന്നും അല്ലാത്തൊരു വ്യക്തി
പക്ഷേ നമുക്ക് രാഹുൽ മാങ്കൂട്ടവുമായി അടുത്ത ആളുകളുമായിട്ടുള്ള ചില ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇൻഫർമേഷൻ കിട്ടുന്നത്. അതുകൊണ്ട് അത് വ്യക്തമായ ഒരു ഡിക്ലറേഷൻ ഉണ്ടാവരുത്, ആളുകളുടെ പേര് പറയരുത്. മാധ്യമങ്ങളിൽ വന്നത് നിങ്ങൾ പറഞ്ഞോളൂ, അതിനപ്പുറത്തേക്ക് നമ്മൾ പറഞ്ഞു തരുന്ന ആളുകളുടെ വാർത്തകൾക്കനുസരിച്ചുള്ള അവരുടെ പേരുകൾ പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ ഡേറ്റ്, സമയം, കാര്യങ്ങൾ എന്താണ്, നടപടിക്രമങ്ങൾ എന്നൊന്നും പറഞ്ഞുകൊണ്ട് വ്യക്തമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവരുത് എന്നുള്ളൊരു പ്രത്യേകം ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാത്തത്. എന്താണെങ്കിലും ഇതേക്കുറിച്ച് നമ്മൾ നാളെയും സംസാരിക്കും, അപ്ഡേറ്റുകൾ ഉണ്ടാവും. പ്രമീള ശശിധരനും ഈ പറയുന്ന ശിവരാജനും അടങ്ങുന്ന സംഘം കോൺഗ്രസിലേക്ക് തന്നെയാണ് വന്നു കയറാൻ പോകുന്നത്. പാലക്കാട്ടെ BJP തകർന്നടിയും. അതിന്റെ അസ്ഥിവാരം കണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടം അടങ്ങുകയുള്ളൂ. നിങ്ങൾ എന്താണ് കരുതിയത്? രാഹുലിനെ ഒന്ന് ചൊറിഞ്ഞുകൊണ്ട് അയാളെ രാജിവെക്കാമെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി മക്കളെ. നിങ്ങളുടെ പാർട്ടിയുടെ അടിവേർ അറുത്തിട്ട് രാഹുല വിശ്രമമുള്ളൂ ഇനി എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കം വേണ്ട. ആ കാര്യത്തിൽ പ്രശാന്ത് ശിവന് ഒട്ടും തർക്കമുണ്ടാവില്ല. കാരണം ഇപ്പൊ പാർട്ടിയുടെ ചുമതലയുള്ള വ്യക്തി പ്രശാന്ത് ശിവനാണല്ലോ. പ്രശാന്ത് ശിവന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി മനസ്സിലാവാനുണ്ട്. വരും ദിവസങ്ങളിൽ അതുകൂടി ഒന്ന് ബോധ്യപ്പെടുത്തി തരുന്നതായിരിക്കുമെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി അവസാനിപ്പിക്കുകയാണ്.